2026 ജൂലൈ 18 സിറാജ് എഡിറ്റോറിയൽ. തീരമണയാത്ത റോഹിംഗ്യൻ ജീവിതങ്ങൾ. ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പാർശ്വവൽക്കരണത്തിൻ്റെ ഇരകളാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. നൂറ്റാണ്ടുകളായി മ്യാൻമാറിലെ റാഖൈനിൽ ജീവിച്ചു വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ 1982 മ്യാൻമാർ ഭരണകൂടം തദ്ദേശീയരല്ലെന്ന് പ്രഖ്യാപിച്ച് പൗരത്വം റദ്ദാക്കിയത്. അതോടെ ഒരിടത്തും പൗരത്വമില്ലാത്തവരായി ഈ വിഭാഗം. പൗരത്വം നഷ്ടപ്പെട്ടതോടെ അവരുടെ വിദ്യാഭ്യാസവും തൊഴിലും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണകൂടം തടഞ്ഞു. കേവലം ഒരു ഭരണപരമായ അന്യവൽക്കരണമായിരുന്നില്ല ഇത്. ഒരു ജനതയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. 2012 2016, 2017 കാലഘട്ടങ്ങളിലും മ്യാൻമാർ സൈന്യവും ബുദ്ധമത ഭീകരവാദികളും ചേർന്ന് റാഖൈൻ പ്രവിശ്യയിൽ അയച്ചുവിട്ട വംശീയ ആക്രമണം ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. നിരവധി റോഹിംഗ്യൻ വംശജർ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. ഗ്രാമങ്ങൾ ഒന്നടങ്കം കത്തിച്ചാമ്പലാക്കി. സ്ത്രീകൾ കൂട്ട ബലാത്സംഗങ്ങൾക്കിരയായി. കുഞ്ഞുങ്ങളെ തീയിലെറിഞ്ഞു കൊന്നു. വംശീയ ശുദ്ധീകരണത്തിന്റെ പാഠപുസ്തകമെന്നാണ് ഈ അതിക്രമങ്ങളെ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത്. ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ 8 ലക്ഷത്തോളം പേരാണ് മ്യാൻമറിൽ നിന്ന് അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് കടന്നത്. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഈ അഭയാർത്ഥി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതിദയനീയമാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത കമ്പി വേലികളാൽ തിരിച്ച തടവറകളാണ് ഇവിടം. അഭയാർത്ഥികൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകിയിരുന്ന മാനുഷിക സഹായങ്ങളും ഭക്ഷ്യ വിഹിതങ്ങളും 2023 മാർച്ച് മുതൽ പകുതിയോളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. തൊഴിൽ ചെയ്യാനോ ക്യാമ്പിന് പുറത്തു പോകാനോ നിയമപരമായി അനുവാദമില്ലാത്ത റോഹിംഗ്യകൾ ഐക്യരാഷ്ട്രസഭയുടെ ഈ സഹായത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ക്യാമ്പുകളിലെ ക്രമസമാധാന തകർച്ചയും സായുധ ഗുണ്ടാസംഘങ്ങളുടെ ആധിപത്യവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയായി തീരുകയും ചെയ്തു. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മ്യാൻമാറിലെ സൈനിക ഭരണകൂടം ഇവരെ അനുവദിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് റോഹിംഗ്യകൾ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ചതാണ് കടൽ മാർഗമുള്ള റോഹിംഗ്യകളുടെ പലായനം. ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ സുരക്ഷിതമല്ലാത്ത ബോട്ടുകളിലാണ് ഇവരുടെ യാത്ര. കടൽ യാത്രയ്ക്ക് ഒട്ടും യോഗ്യമല്ലാത്ത കാലപ്പഴക്കം കൊണ്ട് മരങ്ങൾ ജീർണിച്ച മീൻപിടുത്ത ബോട്ടുകളാണ് ഇതിലേറെയും. മെച്ചപ്പെട്ട ജീവിതം, സുരക്ഷിതമായ ജോലി തുടങ്ങിയ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അഭയാർത്ഥികളിൽ നിന്ന് വൻ തുകകൾ ഈടാക്കിയാണ് ദല്ലാളുമാർ അവരെ കയറ്റിവിടുന്നത്. ഈ ബോട്ടുകൾ അപകടത്തിൽ മുങ്ങുന്നത് പതിവ് സംഭവമാണ്. കഴിഞ്ഞ വർഷം ആൻഡമാൻ ദ്വീപിലും ബംഗാൾ ഉൾക്കടലിലുമായി 900ഓളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ മുങ്ങിമരിക്കുകയോ കാണാതാകുകയോ ചെയ്തതായാണ് കണക്ക്. മൺസൂൺ കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകാനും ബോട്ട് അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ടെന്ന ബോധ്യത്തോടെയാണ് അവർ യാത്രക്ക് മുതിരുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആഗോള രാഷ്ട്രങ്ങളുടെ, വിശേഷിച്ച് പാശ്ചാത്യൻ ശക്തികളുടെ നിലപാട് തികച്ചും വിവേചനപരമാണ്. റോഹിംഗ്യകളുടെ കാര്യത്തിൽ അമേരിക്കൻ, യൂറോപ്യൻ മേഖലയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളിലും അഭയാർത്ഥി പ്രവാഹങ്ങളിലും അതിവേഗം ഇടപെടുകയും ശതകോടികളുടെ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ശക്തികൾ ദക്ഷിണേന്ത്യയിലെ ആലംബഹീനരായ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിലെ ഇടപെടൽ കേവല പ്രസ്താവനകളിൽ ഒതുക്കുകയാണ്. മ്യാൻമാറിലെ സൈനിക ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകുന്നില്ല. ചൈനയും റഷ്യയുമടക്കമുള്ള ചില രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തിന് പരസ്യമായ പിന്തുണ നൽകുന്നു. ഇതാണ് റോഹിംഗ്യകളെ വേട്ടയാടാൻ മ്യാൻമാർ ഭരണകൂടത്തിന് ധൈര്യം പകരുന്നത്. മനുഷ്യരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. മറ്റുള്ളവരെ പോലെ അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഐക്യരാഷ്ട്രസഭയാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. മ്യാൻമറിൽ റോഹിംഗ്യകളുടെ പൗരത്വം പുനഃസ്ഥാപിക്കുകയും സുരക്ഷിതമായി സ്വന്തം മണ്ണിലേക്ക് മടങ്ങാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുക. ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വെട്ടിക്കുറച്ച മാനുഷിക സഹായങ്ങളും ഭക്ഷ്യധാന്യങ്ങളും പുനഃസ്ഥാപിക്കുന്നതിന് ആഗോള ഫണ്ട് രൂപവൽക്കരിക്കുക.
കടൽമാർഗ യാത്രകളിലെ രക്ഷാപ്രവർത്തനത്തിന് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും UN-ഉം സംയുക്തമായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിക്കുക. തീരത്തടുക്കുന്ന ബോട്ടുകളിലെ അഭയാർത്ഥികൾക്ക് അഭയവും വൈദ്യസഹായവും ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ UN ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അഭയാർത്ഥി സംരക്ഷണത്തിനായുള്ള UN കൺവെൻഷനുകളും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും വെറും കടലാസ് ചമയങ്ങളല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം UN-നാണ്.